വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ. ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. പശ്ചിമേഷ്യ കത്തുന്നു. ജനവാസ മേഖലയിൽ ഇസ്രായേൽ മിസൈൽ ആക്രമണം രൂക്ഷമാക്കുന്നു. ലബനനിൽ ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ 15ലധികം മരണം. മരിച്ചവരിൽ ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡറും. തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിൽ ഇസ്രായേലി വ്യോമാക്രമണത്തിൽ 6ലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു. തെക്കൻ ബൈറൂത്തിനടുത്ത് ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 15ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 60ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ടവരിൽ ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡർ ഇബ്രാഹിം അഖിയൽ ഉൾപ്പെടുന്നു. ഇസ്രായേൽ ഇപ്പോൾ ഒരേ സമയം ഗസയിലും ലബനനിലും യുദ്ധവുമായി മുന്നോട്ട് പോവുകയാണ്. ഗസയിൽ ജനവാസ മേഖലകളിൽ ആക്രമണം നടത്തി നിരപരാധികളെ കൊന്നതുപോലെ അതേ നിലപാട് തന്നെയാണ് ലബനനിലും അവർ ആവർത്തിക്കുന്നത്. ഇസ്രായേലിനെ നേരിടാൻ മേഖലയിൽ ആരും തന്നെയില്ല. ഒരു അജയ്യത കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വെടിനിർത്തൽ കരാറെന്ന പ്രതീക്ഷയുടെ പച്ചക്കൊടി അമേരിക്ക തന്നെ ഇപ്പോൾ എടുത്തുമാറ്റിയിരിക്കുകയാണ്. സത്യത്തിൽ അമേരിക്കയ്ക്ക് അറിയാമായിരുന്നു ലബനനിൽ നടക്കാനിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടിയുള്ള യുദ്ധസജ്ജീകരണം. അതിനുവേണ്ടി മേഖലയെ തണുപ്പിക്കുകയും ഇസ്രായേലിനെ പൂർണ്ണ സജ്ജമാക്കുകയുമായിരുന്നു അമേരിക്ക. ഈജിപ്തും ഖത്തറുമൊക്കെ അമേരിക്കൻ കൈകളിലെ കളിപ്പാവുകൾ മാത്രമായിരുന്നു. ഇപ്പോൾ ലബനനിൽ നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ച് ഈജിപ്തിനോ ഖത്തറിനോ ഒന്നും പറയാനില്ല. ആരും ഇസ്രായേലിനെ തീവ്രവാദികളെന്ന് വിളിക്കുന്നുമില്ല. സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന റേഡിയോകളും ലാപ്ടോപ്പുകളുമൊക്കെ യുദ്ധോപകരണങ്ങളാക്കി മാറ്റിയ ഇസ്രായേലിന്റെ തീവ്രവാദ നിലപാടിനെ, ഭീകരപ്രവർത്തനങ്ങളെ നിശ്ചലമായി തള്ളിപ്പറയാൻ ഒരു രാജ്യവും മുന്നോട്ട് വരുന്നില്ല എന്നതാണ് ഖേദകരം. കൂടുതൽ താമസിയാതെ ഇസ്രായേൽ ലോകത്തിന് തന്നെ ഭീഷണിയായി മാറും. നാളെ ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങൾ ലോകം എങ്ങനെ വിശ്വസിച്ചു വാങ്ങും? ലോക ജനതയുടെ ജീവനും സ്വത്തിനും ഇസ്രായേലിന് മുമ്പിൽ എന്ത് സുരക്ഷിതത്വമാണുള്ളത്? അവർക്ക് ശത്രുക്കളായി തോന്നുന്നവരെയൊക്കെ ഇതുപോലെയുള്ള ചതിയിലൂടെ കൊല്ലാൻ തുനിഞ്ഞാൽ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാവും. ഇസ്രായേലിന്റെ കച്ചവട കണ്ണുകളെ അത് ബാധിക്കുകയും ചെയ്യും. ഇബ്രാഹിം അഖിയലിന്റെ മരണം ലബനൻ അധികാരികളും ഹിസ്ബുള്ളയും സമ്മതിക്കുന്നു. അതേസമയം ജനവാസ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ലബനീസ് ഗവൺമെന്റ് ഇസ്രായേലിനെ അങ്ങേയറ്റം കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ആക്രമണം നടന്ന ദഹിയയിൽ ഏകദേശം 70,000-ഓളം ആളുകൾ തിങ്ങിപ്പാർക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ജനങ്ങൾ പരിഭ്രാന്തരും ഭയവിഹ്വലരുമാണ്. അതേസമയം ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും മനുഷ്യത്വരഹിതമായ കൂട്ടക്കൊലയിൽ നിന്നും രാജ്യത്തിനകത്തു നിന്നുമുള്ള പ്രതിഷേധങ്ങളുടെയും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇത്ര തിടുക്കത്തിൽ ലബനനിൽ ആക്രമണം വർദ്ധിപ്പിച്ചതെന്ന് അഭിപ്രായം ഉയരുന്നുണ്ട്. ഇതുവരെ അമേരിക്ക ഇലക്ഷന് മുമ്പ് ഒരു വെടിനിർത്തൽ സാധ്യമാകുമെന്ന് പറഞ്ഞ് ലോകത്തെ കയ്യിലെടുത്തിരുന്നു. ഇപ്പോൾ അമേരിക്കയും അതിൽ നിന്ന് ഒളിച്ചോടിക്കഴിഞ്ഞു. അതേസമയം ഇസ്രായേലിലേക്ക് 100 കണക്കിന് റോക്കറ്റുകൾ ഹിസ്ബുള്ള തൊടുക്കുന്നുണ്ടെങ്കിലും ആളഭയങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇസ്രായേലിന്റെ ദഹിയയിലെ മിസൈൽ ആക്രമണത്തിൽ 5ഓളം ബിൽഡിങ്ങുകളാണ് പൂർണ്ണമായും തകർന്നത്. സുരക്ഷാ പ്രവർത്തകരും മറ്റും കെട്ടിടാവശിഷ്ടങ്ങൾ ചികഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആളുകളെ പുറത്തു കൊണ്ടുവരാൻ. ലബനൻ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിൽ 19 ആളുകൾ കൊല്ലപ്പെട്ടുവെന്നും 24 പേർ മിസ്സിംഗ് ആണെന്നും 66 പേർക്ക് ഗുരുതരമായ പരിക്കുകളുണ്ടെന്നുമാണ് കാണിച്ചിട്ടുള്ളത്. അതേസമയം ഐക്യരാഷ്ട്രസഭ ലബനനിലെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളുടെ പൊട്ടിത്തെറിയെ അപലപിക്കുന്നതോടൊപ്പം ഇസ്രായേലിന്റെയും ഹിസ്ബുള്ളയുടെയും ഈ നിലക്കുള്ള ആക്രമണങ്ങൾ കൂടുതൽ നാശനഷ്ടങ്ങളിലേക്ക് നയിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ഒരു ഉപകാരവുമില്ലാത്ത കുറെ പ്രസ്താവനകൾ ഇറക്കുന്ന ഒരു ആഗോള സംഘടനയുടെ ജൽപ്പനങ്ങൾ കേൾക്കാതിരിക്കുന്നതാണ് ഭംഗിയെന്ന് തോന്നുന്നു. തെക്കൻ ലബനനിലും ബൈറൂത്തിന്റെ തെക്കും ആക്രമണം നടത്തുമ്പോൾ തന്നെ ഇസ്രായേൽ ആർമി മധ്യ ഗസയിലും തെക്കൻ ഗസയിലും ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഖാൻ യൂനിസിലെ ഒരു പാർപ്പിട സമുച്ചയത്തിൽ നടത്തിയ ആക്രമണത്തിൽ 6 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും 9 വരെ ഗുരുതരമായ പരിക്കുകളോടെ നാസർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അതേസമയം അൽ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. കൂടാതെ അൽ സൈത്തൂൻ പ്രദേശത്ത് വീടുകൾക്ക് നേരെ ശക്തമായ ഷെല്ലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം.